ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ, നമ്മളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നോമ്പ് ഏഴാമത്തെ അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നേരത്തെ തന്നെ വീട് ക്ലീനിങ്ങും ഫ്രഷ് ആകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ ഇങ്ങനെ ചൂലും എടുത്തു വന്നിട്ട് ഇങ്ങനെ അടിച്ചു വരുന്നത് നിങ്ങൾ വിചാരിക്കും. നമ്മളെ സിറ്റ് ഔട്ടിൻ്റെ സീലിങ്ങിൻ്റെ ഭാഗത്തായിട്ട് ചെറിയ കുരുവികൾ വന്നിട്ട് കൂട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പോയി നോക്കിയ സമയത്ത് ക്ലീൻ ചെയ്ത് പോകുന്നതിന് ശേഷം അവരെ കൂട്ടിൽ നിന്ന് എന്തൊക്കെയോ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളെ സിറ്റ് ഔട്ടിലേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചൂലെടുത്ത് വന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. സാറ്റർഡേ സൺഡേ ഞാൻ കിച്ചണിലെത്താൻ കുറച്ച് സമയം വൈകും കേട്ടോ. കാരണം മക്കളുള്ളതുകൊണ്ട് തന്നെ അവരെ കാര്യങ്ങൾ കുറച്ച് നോക്കണം. പിന്നെ അവർക്ക് എക്സാമാണ്, അവരെ പഠിപ്പിക്കാനായിട്ട് കുറച്ച് സമയം ഇരിക്കും കേട്ടോ. ചെറിയ മോളപ്പം എന്തായാലും ഇരിക്കണം. അവർക്ക് ടഫായിട്ടുള്ള കുറച്ച് സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് കുറച്ച് സമയം ഇരിക്കും. എക്സാം ആയതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ഇവരെ കൂടെ സമയം സ്പെൻഡ് ചെയ്താലേ എക്സാമിന് അവർ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതുള്ളൂ കേട്ടോ. അപ്പം പിന്നെ സാറ്റർഡേ സൺഡേ അവർക്ക് ഭയങ്കര മടിയാട്ടോ പഠിക്കാൻ. സ്കൂൾ ഒഴിവുള്ള ദിവസമല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. പക്ഷേ ഇപ്പം നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അവരെ പഠിപ്പിക്കാൻ ഒരു ഒഴിവും ഉണ്ടാവില്ല. അപ്പം രാവിലെ തന്നെ അവരെ ഫ്രഷ് ആകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് സമയം അവരെ പഠിപ്പിക്കാനായിട്ടിരിക്കും. പിന്നെ ഇപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്ത് ഫുഡ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ആലോചന ഇല്ല കേട്ടോ. കാരണം രാവിലെ തൊട്ടേ ഞാൻ അവരോട് മക്കളോട് ചോദിക്കുന്നത് എന്താ ഫുഡ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവർക്കൊന്നും പറയുന്നില്ല. കാരണം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ തന്നെ ഇവരാരും അത്ര ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കണില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. മക്കൾ ഫുഡ് കഴിക്കാതെ പിറ്റേന്ന് തന്നെ നോമ്പ് എടുക്കും വേണം അവർക്ക്. അപ്പം ഫുഡാണെങ്കിൽ കറക്റ്റായിട്ട് കഴിക്കൊന്നുമില്ല. അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ് ഞാൻ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പം പിന്നെ അങ്ങനെ ചോദിച്ചപ്പോൾ അവർക്ക് ഫ്രൂട്ട് കസ്റ്റാർഡ് വേണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ നോമ്പ് തുറന്ന സമയത്തൊക്കെ ഇത് കഴിക്കുമ്പോൾ ത്രോട്ട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരും. അതൊരു പേടിയുണ്ട്. പക്ഷേ എന്നാലും അവർക്ക് അതാണ് കൂടുതലിഷ്ടം. അപ്പം പിന്നെ എന്നാൽ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2-3 സാധനങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കിച്ചണിൽ. അത് വാങ്ങാനായിട്ട് സ്കൂട്ടിയുടെ അടുത്ത് ചെന്നപ്പം അതെങ്ങനെയാലും സ്റ്റാർട്ടാണല്ലോ. അപ്പോൾ പിന്നെ ഞാനും മോളും കുറച്ചധികം സമയം തന്നെ അതിൻ്റെ ബാക്കിൽ നിന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെയും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. പിന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കും. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് കൊണ്ടുവന്നപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് അലിഞ്ഞു വരുവോളുള്ള ഒരു സമയമൊന്നുമില്ല. അപ്പം ഞാൻ വേഗം അടുപ്പ് കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഐസായിട്ടുള്ള പാല് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ ചൂട് തട്ടിയിട്ട് പെട്ടെന്ന് തന്നെ അലിയുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് വേഗം കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇന്നത്തെ പ്രിപ്പറേഷന് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മന്തിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഞാൻ സ്വതവേ മന്തി അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഫുഡ് ബിരിയാണി ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം ബിരിയാണി ആയിട്ടാണ് വെക്കൽ. മക്കൾക്കും തന്നെ എനിക്കും തന്നെ ഇഷ്ടമാണ്. മന്തി ഞാൻ അത്ര ഉണ്ടാക്കാറില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അവർക്ക് മന്തി മതി എന്ന് പറഞ്ഞപ്പോൾ മന്തിക്കുള്ള സാധനങ്ങളൊക്കെ നമ്മളെ കയ്യിൽ കുറവായിരുന്നു. അതൊക്കെ പോയി വാങ്ങിക്കൊണ്ടതിന് ശേഷം കേട്ടോ മന്തി ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 4:30 ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഭയങ്കരമായിട്ട് നേരം വൈകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, മക്കളെ പഠിപ്പിക്കാനായിട്ട് ഇരുന്നാൽ പിന്നെ സമയം പോകുന്നതേ അറിയില്ല കേട്ടോ. അപ്പോൾ വേഗം ഫ്രിഡ്ജിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തു വെച്ചു. ഇന്ന് അവർക്ക് ഉന്നക്കായ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഉന്നക്കായ്ക്ക് ഞാനിതാ ഫ്രിഡ്ജിൽ നിന്ന് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കസ്റ്റാർഡ് അതിൻ്റെ കൂട്ടത്തിലാവുന്നുണ്ട്. ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതിന് ശേഷം മാത്രം നമുക്ക് മന്തി ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ കസ്റ്റാർഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിപ്പോൾ ഞാനിതാ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് അതൊന്ന് കൂളാക്കി എടുക്കാനുള്ളൊരു ടൈമില്ല കേട്ടോ. അപ്പോൾ വേഗം ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഐസ്ക്രീം അവർക്ക് ഇഷ്ടമാണ് കേട്ടോ കസ്റ്റാർഡിലേക്ക്. അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മന്തിയുടെ റൈസ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ടതാ ഞാനൊരു പാനിൽ പിന്നെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മന്തിയുടെ അരി ഉണ്ടല്ലോ, അത് ഞാൻ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ചിക്കൻ ഒന്ന് മസാലയൊക്കെ വെച്ചിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് എടുക്കട്ടോ. ചിക്കൻ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്. പക്ഷേ അവർ
അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചെറുതായിട്ട് തന്നെയാണ് ചിക്കൻ കട്ട് ചെയ്ത് വന്നത്. പിന്നെ അത് മതിയെന്ന് വിചാരിച്ചിട്ടോ, നമ്മൾ പുറത്തുനിന്ന് ആളുകളൊന്നും വിളിക്കില്ലല്ലോ, നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതാ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് കേകി എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു മന്തിയുടെ കറക്റ്റ് റെസിപ്പി ഒന്നുമല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ മാഗി ക്യൂബ്സ് ഒരു 3 ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ടതാ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കളറൊന്നും അങ്ങനെ ആഡ് ചെയ്യാറില്ല കേട്ടോ. നമ്മളെ കാശ്മീരി മുളക് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വളരെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണി മസാല ഉണ്ടല്ലോ, അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ജീരകത്തിൻ്റെ കുറച്ച് ഒരു പൗണ്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം, പക്ഷേ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാനുള്ള സമയമല്ല. പിന്നെ അതിലേക്ക് ഞാനൊരു കഷ്ണം ബട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ സ്പൈസസ് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് പട്ട, ഗ്രാമ്പു, പിന്നെ ഏലക്ക. അത് നമ്മുടെ ആവശ്യത്തിന്, നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിൻ്റെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളെ റൈസ് ഒന്ന് വേവിച്ചെടുക്കാനുള്ള ആ വെള്ളത്തിലേക്ക് ഞാനിതാ പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ 1-2 ഏലക്കാക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ അരി വേവിച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഉന്നക്കായ ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പഴമാണ് കേട്ടോ. എനിക്ക് എപ്പോഴും ഉന്നക്കായ ഉണ്ടാക്കുന്ന സമയത്ത് പഴം ചിലപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പഴുപ്പ് കൂടുതലായിരിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ സംഭവിക്കാറുള്ളത്. പക്ഷേ ഈ ദിവസം നല്ല അടിപൊളിയായിട്ടുള്ളൊരു പഴം കിട്ടിയിട്ടുണ്ട്. അതിനായിട്ടിപ്പോൾ ഞാനിതാ അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കാൻ നമ്മൾ ഫ്രിഡ്ജിൽ ഓൾറെഡി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടല്ലോ, അതും പിന്നെ കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ കുറച്ച് ക്യാഷും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവല് വറുത്തത് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ എഗ്ഗ് പൊട്ടിച്ചിട്ട് ഒന്നിങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനൊക്കെ നമ്മളൊരു പാൻ വെച്ചിട്ട് എഗ്ഗൊക്കെ ഒന്നിങ്ങനെ ചെറുതായിട്ട് എങ്ങനെ എന്താ പറയുക, ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരില്ലേ, ഇളക്കിയിട്ട് എടുക്കൂലേ, അതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ അതിനൊന്നും ഇപ്പം നിന്നിട്ടില്ല കേട്ടോ, അതിനൊന്നും സമയമല്ല. അപ്പം നമ്മൾ നോർമൽ ഒരു മിക്സാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് ഞാൻ കൈ വെച്ചിട്ടും പിന്നെ ഒക്കെ ഒന്ന് കുത്തി കൊടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇടിക്കല്ല് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതാ ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഉന്നക്കായയുടെ ആ ഒരു ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയ നമ്മുടെ ചെറിയൊരു ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ മിക്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട്, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം പിന്നെ അതൊന്നും കറക്റ്റ് പറയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക, മിക്സ് വെച്ച് കൊടുക്കുക. 2 ഭാഗം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളെ മിക്സൊന്നും നമ്മൾ ഓയിലിടുമ്പോൾ പൊട്ടിപ്പോകാതെ പുറത്തേക്ക് വരാതിരിക്കാനുള്ള ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പം ഇത് മുഴുവനായിട്ടും ചെയ്തെടുക്കണം. ഏകദേശം ഒരു 10 ഉന്നക്കായൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇതൊന്നും നമ്മൾ ചിലപ്പം കഴിക്കില്ല ആ സമയത്തും. പിന്നെ ബാക്കി എത്ര നമ്മൾ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയാലും ഇവിടെ എന്തായാലും ബാക്കിയായിരിക്കും കേട്ടോ. കാരണം മക്കൾക്കൊന്നും ചെറിയ ആൾക്ക് 2 ആൾക്കും ഉന്നക്കായ ഇഷ്ടമല്ല, മൂത്ത ആൾ മാത്രമേ കഴിക്കുള്ളൂ, പിന്നെ ഞാനും. അപ്പം പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള അത്ര കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കസ്റ്റാർഡ്, അത് എടുത്ത് കൊണ്ടുവന്ന് അതിലേക്ക് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മോളിപ്പോൾ ഒന്ന് അവളോട് ഞാൻ കട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫ്രൂട്ട്സൊക്കെ. അപ്പോൾ അവൾ കട്ട് ചെയ്ത് തന്നപ്പോൾ പിന്നെ വേഗം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഫ്രീസറിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആ മസാല നേരത്തെ നിങ്ങൾ കണ്ടില്ല, അതൊന്ന് കുക്ക് ചെയ്ത് ആ ചിക്കനൊക്കെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുത്ത് പിന്നെ റൈസും ഒന്ന് കുക്ക് ചെയ്തിട്ടെടുത്തിട്ട് രണ്ടും നമ്മുടെ ചിക്കൻ്റെ മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തു. അത്ര തന്നെ ഉള്ളൂ, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉന്നക്കായൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ.
ഇപ്പോൾ ഏകദേശം നോമ്പ് തുറക്കാനുള്ളൊരു സമയമായിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പം മറ്റു ദിവസങ്ങളെ പോലെയല്ല എൻ്റെ കിച്ചണിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതൊരു വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. ഞാനിപ്പോൾ ഇനി എങ്ങനെ കിച്ചൺ ഈ നോമ്പൊക്കെ തുറന്നതിന് ശേഷം കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മക്കൾ സ്കൂളിൽ പോണ സമയമാകുമ്പോൾ പിന്നെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് നല്ലൊരു സമാധാനത്തിൽ നോമ്പ് തുറക്കാനായിട്ട് ഇരിക്കലുണ്ടോ. ഇന്നത്തെ ദിവസം ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാലും നമുക്ക് ലൈക്കും നമ്മുടെ കമൻറ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക കേട്ടോ. എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ ഇമോജി ആയാലും എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ എഴുതാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ, നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരണോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സജഷൻസ് പറയാമല്ലോ. അപ്പം അങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഇതാ അൽഹംദുലില്ലാ നമ്മളെ ഇന്നത്തെ നോമ്പും പൂർത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ 7 നോമ്പായിട്ടുണ്ട്. എത്ര എളുപ്പം കൊണ്ടല്ലേ 7 നോമ്പായിട്ടുള്ളത്. നമ്മളിങ്ങനെ നോമ്പ് വരുന്നേ നമ്മളെ വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് നോമ്പായപ്പോൾ വളരെ പെട്ടെന്നൊരു നോമ്പ് കടന്നു പോകുന്ന പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ റാഹത്തായി ഇന്നത്തെ നോമ്പ് തുറയും കഴിഞ്ഞ് മക്കൾക്ക് കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചപ്പോൾ തന്നെ അവരെന്നോട് പറഞ്ഞു മന്തി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ഇന്ന് നേരത്തെ തന്നെ മന്തി കഴിക്കട്ടെ, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം മന്തി അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മന്തി കുറച്ച് എരിവോടെ കേട്ടോ മന്തി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അവർക്ക് കുരുമുളക് ക്രഷ് ചെയ്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.